വാവായോണ്ട് ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് കുളിച്ചങ്ങ് അടുക്കളയിൽ കയറി ജോലി തുടങ്ങാന്ന് വെച്ചാൽ അച്ചായും അമ്മച്ചി ഇല്ല ബലിയിടാൻ പോയേക്കോ. രാവിലത്തെ മുട്ടക്കറിക്കുള്ള ഉള്ളി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അച്ഛയും കത്തി. രണ്ടുപേരും രണ്ട് സ്ഥലത്താ പോയത്. അച്ഛ ആദ്യമേ വീട്ടിൽ ബലിയിടാൻ പോയെടുത്തൊന്ന് പ്രസാദം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛ പറഞ്ഞ ചായ ഇടാൻ. ഞാൻ പിന്നെ പാലങ്ങോട്ട് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് ബാക്കി ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ അങ്ങനെ സമയം ഇപ്പോൾ ഒരു 8:30 ആയി കാണും കേട്ടോ. അമ്മച്ചി വീട്ടിലെത്തുന്നതിന് മുന്നേ മുട്ടക്കറി എങ്കിലും വെക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അന്നേരത്തേക്ക് നമ്മുടെ ചായ തിളച്ചപ്പോൾ അത് വാങ്ങിയപ്പോൾ അതിൽ തന്നെ നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ. ചായ എനിക്കും ജാനിക്കും വേണ്ട, അച്ചായിക്കും നിമ്മിക്കും അമ്മച്ചിക്കും മതി. അപ്പം അച്ചാടതും നിമ്മിയുടേതും കൊടുത്തിട്ട് അമ്മച്ചിയുടെ അവിടെ ഒഴിച്ചടച്ചു വെച്ചു. അറ്റ് ദി സെയിം ടൈം ഞാൻ ആ സമയത്തേക്ക് പരിപ്പ് വേവിക്കാന്ന് വിചാരിച്ച് പയർ അങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ വിളി വന്ന് അമ്മച്ചിയെ വിളിക്കാൻ. അമ്മച്ചി അപ്പയുടെ കൂടായിരുന്നു ബലിയിടാൻ പോയത്. അപ്പോൾ ഓട്ടോയിൽ വന്നിറങ്ങി അവിടെ നിപ്പോണ്ട്. ഞാൻ പിന്നെ വണ്ടിയെ പോയി വിളിച്ചോണ്ട് വന്നു. നമ്മുടെ മുട്ടക്കറിക്കുള്ള ഉള്ളി അടുപ്പി വെച്ച് തീ കുറച്ച് വെച്ചിട്ടാ പോയത്. ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും എന്തായാലും ഉള്ളി കരിഞ്ഞു വന്നു. അങ്ങനെ എന്തായാലും മുട്ടക്കറിയായി. ഇനി പരിപ്പ് വെക്കണ്ടേ. അപ്പോൾ കൊച്ചുള്ളി വെളുത്തുള്ളിയൊക്കെ ഇതിനിടയ്ക്ക് ഞാൻ പൊളിച്ചു വെച്ചായിരുന്നു. അപ്പോൾ അത് കുക്കറിൽ. പിന്നെ അവിയൽ ഉണ്ടാക്കണമെന്ന് അമ്മച്ചി പറഞ്ഞു. അപ്പോൾ അവിയലിനും പരിപ്പിനും ഒക്കെ തേങ്ങ വേണ്ടേ. അപ്പോൾ അതും ചിരകി വെച്ചു. പരിപ്പിനുള്ളത് ഞാൻ അരച്ചപ്പോഴത്തേക്ക് അമ്മച്ചി പോയി ബലി ഇട്ടിട്ട് വന്നതല്ലേ എന്ന് പറഞ്ഞ് ഒന്നുകൂടെ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വേണ്ട അപ്പം ചൂടാൻ. ഒരാഴ്ചയായി പനി വന്നിട്ട് പോയിട്ട്. പക്ഷെ എന്റെ തൊണ്ട ഇതുവരെ ശരിയായിട്ടില്ല. പനി വന്നിട്ട് തൊണ്ട ശരിയാവാത്ത ആരെങ്കിലും ഉണ്ടോ ഗൈസ്? എന്തായാലും ഞാൻ അപ്പോഴത്തേക്ക് അവിയലിനുള്ള എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. ഇനി ഇത് അടുപ്പത്തോട്ട് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി നെയ്യൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി മാറ്റിയിട്ടുണ്ട്. ഒരെണ്ണത്തിൽ അമ്മച്ചി മീൻകറി വെക്കാൻ ആരംഭിച്ച് മറ്റേതിനകത്ത് ഈ അവിയലുമായി. പാവാണെന്ന് പറഞ്ഞ് ഒത്തിരി വിഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. 2-3 കറിയേ ഉള്ളൂ. അപ്പൊ അവിയലായി, മീൻകറിയായി, ഇനി മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ചോറും ആയിട്ടുണ്ട്. ഇനി പപ്പടവും കൂടെ വറുത്താൽ മതി. അങ്ങനെ 11 മണി ആയപ്പോഴത്തേക്ക് എല്ലാ ജോലിയും ഒതുങ്ങി. എന്നിട്ട് ഉച്ചയായപ്പോൾ ആദ്യമേ ചോറും കറിയൊക്കെ വിളമ്പി കാക്കയ്ക്ക് കൊണ്ടുവച്ചു. എന്നിട്ട് ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം.